നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയും. നമുക്ക് എഴുതാൻ പറ്റുന്നില്ല. കുട്ടികളുടെ ഇടയിലുണ്ട്, മുതിർന്നവരുടെ ഇടയിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ സ്റ്റക്കായി പോകുന്ന അവസ്ഥ ഉണ്ട്. ഇതിനെ ഫ്രീസ് എന്നാണ് പറയുക. അപ്പം നമ്മുടെ ബ്രെയിനിൽ അമിഗ്ദല എന്ന് പറയുന്ന അപ്പം അവിടുത്തെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ നമ്മൾ ന്യൂറോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിയോളജിക്കലായിട്ടുള്ള ഇഫക്ട്സിനെ തടസ്സം നിർത്തുന്ന ഒരു അവസ്ഥയാണ് ഫ്രീസ്, മരവിപ്പ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ ഉള്ളിനുള്ളിൽ താൻ ചെയ്യുന്നതെല്ലാം വളരെ പൂർണ്ണതയിലുണ്ടാവണം, പെർഫെക്ഷനിസം. അല്ലെങ്കിൽ ഫിയർ, പേടി, താൻ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള മുൻവിധി, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള ധാരണ. അപ്പോൾ പ്രീസെറ്റ് നോഷൻ. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് ഈ ഒരു ബ്ലോക്ക് മനസ്സിനെ സൃഷ്ടിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് സ്റ്റുഡൻസിനാണെങ്കിൽ പോലും എല്ലാം പഠിച്ചേച്ചും പോയി, നല്ല വൃത്തിക്ക് പഠിച്ചു, നല്ല ഓർമ്മയുണ്ട്, പക്ഷെ എഴുതാൻ പറ്റിയില്ല. പരീക്ഷ കഴിയുമ്പോൾ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് പുറത്ത് വരുമ്പോഴത്തേക്ക് എല്ലാം അറിയാം, എഴുതാൻ പറ്റും, പക്ഷെ ഹാളിൽ എഴുതാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കുട്ടികളുടെ ഇടയിലുണ്ട്. ഈവൻ മുതിർന്നവരുടെ ഇടയിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ചില എഴുത്തുകാരുടെ ഇടയിൽ ആണെങ്കിൽ പോലും ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്നൊരു വിഷയമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ നമുക്ക് പ്രവർത്തിക്കുന്നതായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്നൊരു സിൻഡ്രോം ഉണ്ട്. ഞാൻ കണ്ട ഒരു കേസ്, ഒരു 23ഓളം പ്രായം വരുന്ന ഒരു പെൺകുട്ടിക്ക് താൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് റീസെൻ്റായിട്ട് അവിടെ ഒരു കല്ലേറുണ്ടായി. അന്നേരം ഈ പെൺകുട്ടി ഈ കല്ലേറ് കൊണ്ടു, മറ്റു കുട്ടികളെല്ലാം ഓടി. പക്ഷേ ഈ കുട്ടിക്ക് അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനെ മരവിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ തന്നെ കാരണം ഈ ഒരു നംനെസ് സ്റ്റേറ്റ് എന്ന് പറയും, മരവിച്ചൊരവസ്ഥ, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ കോഗ്നിറ്റീവ് ഓവർലോഡ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റണ്ടായിട്ട് നിൽക്കത്തില്ലേ, സ്റ്റക്കായിട്ട് നിൽക്കത്തില്ലേ, ഓവർലോഡായി വലിക്കത്തില്ല, വണ്ടി വലിക്കുന്നില്ല. നമുക്കറിയാമല്ലോ ഓവർലോഡ് ആയി കഴിഞ്ഞ് എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിനുണ്ടാകുന്ന ഇഫക്റ്റ്. അപ്പോൾ ഇത് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ ബിക്കോസ് ഓഫ് ദ സ്ട്രെസ്, ബിക്കോസ് ഓഫ് ദ ഫിയർ, ബിക്കോസ് ഓഫ് ഫീലിംഗ് ഐ ആം സോ പെർഫെക്റ്റ്, അങ്ങനെ ഒരുപാട് റീസൺസ് ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം ഫിസിയോളജിക്കലും ന്യൂറോളജിക്കലും ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് നമുക്ക് എഴുതാനും എഴുതി പിടിപ്പിക്കാനും പറഞ്ഞ് ഫലിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത്. ഇത് ചിലപ്പോൾ ബ്ലോക്സ് ഉണ്ടാവും. ഇതെല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും സാധാരണമായിട്ട് സംഭവിക്കുന്ന, എന്നാൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം റൈറ്റേഴ്സ് ബ്ലോക്ക്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഫ്രീസായി പോകുന്നു, മരവിച്ചു പോകുന്നു, അങ്ങനൊരു അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു മരുന്നും ഇല്ലാതെ, ഒരു ഔഷധവും ഇല്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഞാൻ സൈക്കോളജിസ്റ്റ് നാഗരാജ്. ഞാൻ കൊല്ലം മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ട് മുഖത്തലയിൽ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. ഇത്തരം സൈക്കോളജിക്കലായിട്ടുള്ള ഹെൽപ്പ് ഒരു മരുന്നുമില്ലാതെ സുരക്ഷിതമായിട്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. റൈറ്റേഴ്സ് ബ്ലോക്ക് വളരെ പ്രധാനമാണ്, സ്റ്റുഡൻസിനും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് കുട്ടിയെ നിങ്ങൾ വഴക്ക് പറഞ്ഞിട്ടോ അടിച്ചിട്ടോ ഒന്നും കാര്യമില്ല, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പല കാര്യങ്ങളുണ്ട്, അതെന്താണെന്ന് കണ്ടെത്താം. ഓരോ കുട്ടികൾ അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഡിഫറെൻറ്റ് റീസൺസ് ആയിരിക്കും. അത് നമുക്ക് കണ്ടെത്തി റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബ്ലോക്ക്, ഈ ഫ്രീസ് ആവുന്ന അവസ്ഥ, ഈ മരവിച്ച അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തി വിമർശിച്ചിട്ട് അർത്ഥമില്ല. ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില അനുഭവങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ കാരണമായി നിൽക്കുന്നത്. അത് കണ്ടെത്തി നമുക്ക് റിലീസ് ചെയ്ത് കളയാം. വെൽക്കം, വരിക. 9605743596 എന്ന നമ്പർ വിളിക്കാം, അപ്പോയിൻമെൻറ്റ്സ് എടുക്കാം, വരാം. വെൽക്കം.